നമസ്കാരം. അടുത്ത 25 വർഷത്തേക്ക്, അതായത് കാൽ നൂറ്റാണ്ട് കാലത്തേക്ക് BJP സർക്കാരിന് ഇന്ത്യയെക്കുറിച്ച് കൃത്യമായ പദ്ധതികൾ ഉണ്ട് എന്ന് രാജ്യത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയിട്ടുണ്ട് എന്നും ലോകത്തിലെ ഏറ്റവും മികച്ച 10 വികസ്വര രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ന് സൂററ്റ് എന്ന സ്ഥലം എന്നുകൂടി പ്രധാനമന്ത്രി മോദി പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് സൂററ്റ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് സൺ സിറ്റി എന്നായിരുന്നു. പക്ഷെ അവിടെയുള്ള ജനങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിലവിൽ ആ സിറ്റി അറിയപ്പെടുന്നത് വജ്ര നഗരം എന്നാണ്. എന്തായാലും ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയുടെ വലിയ ഒരു പ്രതീകം തന്നെയാണ് സൂററ്റ് എന്നുകൂടി മോദി പറയുന്നുണ്ട്. ഗുജറാത്തിലെ സൂററ്റ് ഡയമണ്ട് ബോർസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഈ വിലപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സൂറത്തിലെ ജനങ്ങൾക്ക് 2 സമ്മാനങ്ങൾ ഇന്ന് ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. സൂറത്ത് വിമാനത്താവളത്തിന് പുതിയ ടെർമിനലും അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പദവിയും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല $5 ട്രില്യൺ 10 ട്രില്യൺ ആകട്ടെ അടുത്ത 25 വർഷത്തേക്ക് രാജ്യത്ത് നടപ്പിലാക്കേണ്ട എല്ലാ പദ്ധതികളെ കുറിച്ചും കേന്ദ്ര സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ട് എന്നും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒന്നടങ്കം പ്രയത്നിക്കുന്നതെന്നും മോദി തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത 25 വർഷത്തേക്കുള്ള ഒരു പദ്ധതി കൂടി BJPയുടെ പക്കൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. അതായത് അടുത്ത കാൽ നൂറ്റാണ്ട് കാലത്തേക്ക് BJP തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, അവർ തന്നെ ഭരിക്കും എന്നുള്ള കാര്യത്തിൽ. നമുക്കറിയാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിക്ക് തന്നെ 3-ാം ഊഴം ലഭിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടുള്ള നിരവധി പ്രവചനങ്ങളും സർവേ ഫലങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ സെമി ഫൈനൽസ് പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായിരിക്കുന്നു INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ അല്ലെങ്കിൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന്. ഈ ഒരു സാഹചര്യത്തിലാണ് മോദി പറഞ്ഞിരിക്കുന്നത് കാൽ നൂറ്റാണ്ട് കാലം ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ പദ്ധതി തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.